ഹലോ നമ്പീശൻ. നമ്പീശൻ ആരാന്നോ? നിന്റെ അമ്മയുടെ നായര്. മുല്ലപ്പള്ളി തറവാട്ടിലെ കാര്യസ്ഥൻ. ഈ നമ്പീശനകത്ത് നിനക്കൊക്കെ ജോലിയോ? അതും ഫോണിൽ കൂടി. വെക്കടാ ഫോൺ. മോളെ, കുട്ടിയമ്പി കുട്ടിക്കാലം പൂർപ്പിച്ചോണ്ടാണല്ലോ വരവ്. കുട്ടിക്കാലം ഞാനിന്ന് പൊട്ടിക്കും. എന്നെ തൊടണ്ട, കുട്ടിയമ്പിന്ന് വിളിക്കണ്ട. നാട്ടിൽ ഏറ്റവും വലിയ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സുധാദേവി. ആ അമ്മയുടെ മോളെ കുട്ടിയമ്പി വിളിച്ചാൽ എന്താ തെറ്റ്? ആ ചായക്ക് എന്താ പലഹാരം എന്നറിയോ? രശ്മി മോക്ക് ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം കിണ്ണിയപ്പം ഒന്നും വേണ്ട. അമ്മ ഇങ്ങ് വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യം. ശിവശിവ, മൂന്നിനും മൂക്കത്താണ് ദേഷ്യം. മുൻകോപി ആയിരുന്നേലും തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു മൂപ്പിന്ന്. അമ്മയോടും മോളോടും മല്ലടിക്കാൻ എന്നെ ഒറ്റക്കാക്കിട്ട് പോയി കളഞ്ഞില്ലേ? അമ്മവാ, ലയൺസ് ക്ലബിന്റെ മീറ്റിംഗ് ഉണ്ട്. ഇടയ്ക്ക് ആരെങ്കിലും ഫോൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ വരാൻ വൈകുമെന്ന് പറഞ്ഞാൽ മതി. ലക്ഷ്മി മോൾ അല്പം ഇടഞ്ഞ മട്ട. കാപ്പി കൂടി കുടിക്കാതെ അമ്മയെയും കാത്ത് ഒരേ ഇരിപ്പാ. മോള് തന്നെ ചെന്ന് പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കേ. ഇപ്പഴേ വൈകി. മോളെ, എന്താ കാട്ടുന്നത്? ഞാനെന്റെ അച്ഛനെ നോക്കായിരുന്നു. ഇതിലൊന്നിലുമില്ല. എല്ലാത്തിലും അമ്മയും മുത്തച്ഛനും പിന്നെ ഞാനും മാത്രം. ഇനി അച്ഛൻ കത്തെഴുതുമ്പോ ഒരു ഫോട്ടോ അയച്ചു തരാൻ എഴുതാം. നീ ഇപ്പൊ പോയി കാപ്പി കുടിക്കും. ഇല്ല, ഇന്ന് എനിക്ക് നേരെ അറിയണം. എന്റെ അച്ഛൻ ജയിലല്ലേ? അതും ആരും കൊന്നതിന്. അത് മോളോട് ആരോ വെറുതെ പറഞ്ഞതാ. അല്ല, സ്കൂളിൽ വെച്ച് എന്റെ ഫ്രണ്ട് പറഞ്ഞു. ഇത്രയും കാലം അമ്മ നുണ പറഞ്ഞല്ലേ? സത്യം പറഞ്ഞാലേ ഞാൻ അമ്മയെ വിടൂ. അതെ, എല്ലാം അറിയണം നിനക്കല്ലേടി. മുളച്ച് രണ്ടില വിരിഞ്ഞില്ല, അതിനുമുമ്പ് ഇത്ര അഹങ്കാരം. അതെ, നിന്റെ അച്ഛൻ കൊലയാളി തന്നെയാ. നിന്റെ മുത്തച്ഛനെ കൊന്ന കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന കൊലപ്പുള്ളിയുടെ മോളാ നീ. തൃപ്തിയായില്ല നിനക്ക്? എന്താ മോളെ ഈ കാണിക്കുന്നത്? അത് ഈ കുഞ്ഞിനോട്. ഇവരുടെ മനസ്സ് വേദനിക്കരുതെന്ന് കരുതിയ ഞാനിതൊക്കെ ഒളിച്ചു വെച്ചത്. ഒടുവിൽ കള്ളപ്പുള്ളിയെ പോലെ ഇവളെ എന്നെ വിസ്തരിക്കാൻ തുടങ്ങി. മോള് ഇതത്ര കാര്യമായി എടുക്കണ്ട. മോള് കരയാതെ. നമ്മുടെ സൂപ്രണ്ട് സാറും വിനയം മാസ്റ്റർ സംഗീതം ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ബോറടിക്കാതെ കഴിയാം. രണ്ടിനും വെച്ച് കൂടുതൽ രസമാണ്. അത് നമ്മുടെ സൂപ്രണ്ട് സാർ തന്നെയാ, സംശയമില്ല. സുകുമാരൻ പുറത്തേക്ക് വരൂ. സുകുമാരനെ കൊണ്ടുപോയി സുകുമാരക്കുറിപ്പ് ആക്കല്ലേ സാറേ? അതും അതിന്റെ അപ്പുറം ഇതിനകത്ത് നടക്കും. തന്റെ ഭാര്യ വന്ന് കാത്തു നിൽക്കുന്നു, കാണണമെങ്കിൽ വാ. സുകുമാരന്റെ ഒരു സന്തോഷം കണ്ടോ? ഇല്ലാതിരിക്കുമോ? അവനിവിടെ വന്നിട്ട് 5 ദിവസമേ ആയുള്ളൂ. മാഷ് വന്നിട്ട് 5 കൊല്ലമായി. ഇതുവരെ മാഷെ കാണാൻ ആരും വന്നു കണ്ടിരുന്നു. മാഷക്ക് സ്വന്തക്കാരുമില്ലേ? ആരുമില്ലായിരുന്നെങ്കിൽ എന്നാശിച്ചു പോവുകയാണ്. സാർ, ഡ്യൂട്ടിക്കിടെ വന്ന് ശല്യം ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലേ? എന്താ വേണ്ടത്? വിസിറ്റേഴ്സ് ബുക്കിൽ കൗണ്ടർ സൈൻ ചെയ്യണമല്ലോ സാർ. ഓരോ ശല്യങ്ങള്. ഒരു ഫീമെയിൽ വിസിറ്റർക്ക് മാത്രമേ ഞാൻ അനുമതി കൊടുത്തിട്ടുള്ളൂ. ആ സ്ഥാനത്ത് 2 പേരെ കയറ്റിവിട്ടതാരാ? അവനെ ഞാനിന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തിന്റെയും തൊപ്പി പോയത് തന്നെ. ഒരക്ഷരം വേണ്ടി പോരുത്.
ഭദ്രമേനോൻ സൂപ്രണ്ടായിരിക്കുന്ന ഈ ജയിലില് ഇത്ര അഴിമതി നടക്കാൻ ഞാൻ അനുവദിക്കില്ല. എല്ലാത്തിനും തൊലയ്ക്കും, വീട്ടിൽ വന്ന തൂക്കിലിട്ടുകളെയും. നോൺസെൻസ്. Attention! Sir! അനുവാദമില്ലാതെ ഇതിനകത്ത് കടന്നു വന്ന വിസിറ്റർ എവിടെ? ഐ വിൽ ഷൂട്ട് ഹിം. ഇവർ രണ്ടുപേര് മാത്രമേ വിസിറ്റേഴ്സ് ആയിട്ടുള്ളൂ സാർ. കൂടെയുള്ള ഒരു കുട്ടിയാണെന്ന് തനിക്ക് പറഞ്ഞ് തൊലയ്ക്കാമായിരുന്നില്ലേ? ഇഡിയറ്റ്. അതിന് വാതുറക്കാൻ സാർ സമ്മതിച്ചില്ലല്ലോ. ഞാനെന്താ തന്റെ വായി കയറിയിരിക്കായിരുന്നോ? വിവരമില്ലാത്തവൻ. നോൺസെൻസ്. സർക്കാർ വക തൊപ്പി തലേ കയറി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ എണ്ണത്തിനും വിവരമില്ല. അഹങ്കാരികൾ. നോൺസെൻസ്. എന്തേ? പൊതുജനങ്ങളെ പിഴിഞ്ഞ് കൊള്ളലാഭം ഉണ്ടാക്കുന്ന മുതലാളി അതിന്റെ ചെറിയൊരു അംശം മാത്രമായി 20% ബോണസ് തൊഴിലാളികൾക്ക് തന്നേ പറ്റൂ. പൊതുജനങ്ങളെ പിഴിഞ്ഞ് കൊള്ളലാഭം എടുക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ അതിലൊരു അംശം നിങ്ങൾക്കും കിട്ടണം. അതല്ലേ പ്രശ്നം? തൊഴിലാളികൾക്ക് ന്യായമായി കിട്ടേണ്ട ബോണസാണ് ഇവിടെ പ്രശ്നം. അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത കാരണങ്ങൾ കൊണ്ടൊന്ന് ഞങ്ങളെ ചതിക്കാനാണ് ഒരുക്കമെങ്കിൽ പണിമുടക്ക് തന്നെ ആയിരിക്കും എന്റെ ഫലം. നമ്മൾ രണ്ടുപേരും പറയുന്ന വിഷയം ഒന്നു തന്നെ. അത് പറയുന്ന രീതിയിലാണ് വ്യത്യാസം. അതായത് കമ്പനിക്ക് ലാഭം ഉണ്ടെങ്കിൽ തൊഴിലാളികൾക്ക് ബോണസ് കിട്ടണം. അതെ, ഒരാഴ്ചക്കുള്ളിൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പുറത്തു വരും. ലാഭം ഉണ്ടെങ്കിൽ തീർച്ചയായും ബോണസ് കിട്ടിയിരിക്കും. എന്താ പോരെ? എന്നാലും പണിമുടക്കിനെ പറ്റി മറക്കണ്ടെന്ന് മുതലാളിയോട് പറഞ്ഞേക്കണം. കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടില്ല. പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും നേതാവിന് പണിമുടക്കണം. ആ, ഈ നാടിന്റെ ഒരു ഗതികേട്. മിസ്റ്റർ വിനയൻ, ലാഭം ഉണ്ടാക്കുന്നത് എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടിയാണ്. ജോലി ചെയ്യാതെ ശമ്പളം പറ്റുന്ന ഈ അലവലാദികൾ കൊടുക്കാൻ വേണ്ടിയല്ല. സർക്കാരിന്റെ നിർബന്ധിത ബോണസ് അല്ലാതെ 10 പൈസ കൂടുതൽ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. സാർ അങ്ങനെ വാശി പിടിക്കരുത്. എത്ര ചുരുക്കിയാലും 20% ബോണസ് കൊടുക്കാനുള്ള ലാഭം കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സമ്മതിച്ചു. ഈ കൊല്ലം കുറെ ലാഭം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ എതിരാളികൾ അവരുടെ എല്ലാ എക്യുപ്മെന്റ്സും മോഡേണൈസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഈ പഴയ എക്യുപ്മെന്റ്സ് വെച്ച് എത്ര കാലം നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയും? അത് മിസ്റ്റർ വിനയൻ ചിന്തിച്ചോ? സാർ ഇപ്പൊ പറഞ്ഞാൽ കാര്യമുണ്ട്. മോഡേണൈസ് ഓർ പെരിഷ് എന്ന നിലയാണെന്ന്. പക്ഷേ തൊഴിലാളികളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? തരാൻ മനസ്സിൽ നിന്ന് പറയണം. എന്താ ഇവനെ കൂടി ചേർന്ന് എന്നെ ഒട്ടിക്കളയുമോ? അങ്ങനെ ധൈര്യമായിട്ടൊന്നല്ല. ഇവന്മാരെയൊക്കെ പേടിക്കാൻ തുടങ്ങിയ പിന്നെ ഒളിക്കാൻ സ്ഥലമില്ലാതാവും. ലാഭമുണ്ടെങ്കിലല്ലേ ബോണസ് കൂട്ടിക്കൊടുക്കേണ്ടി വരൂ. ലാഭമേ ഇല്ലാതാക്കിയാലോ? അതിപ്പോ എലിയെ പേടിച്ച് ഇല്ലം ചുട്ട കഥയാവും. വെക്കുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങൾ നാളെ മുതൽ വില കുറച്ച് നഷ്ടത്തിൽ വെക്കണം. നല്ല ബുദ്ധി തന്നെ. എല്ലാം കണക്കുകളിലും കടലാസിലും മാത്രം. നമ്മുടെ വിൽപ്പന മുഴുവനും നമ്മളൊരു ഏജൻസി മുഖാന്തരം നടത്തുന്നു. കിട്ടുന്ന ലാഭത്തിന്റെ നല്ലൊരു ശതമാനം ഏജൻസിയുടെ കണക്കിൽ പോകും. അങ്ങനെ ഒരു ഏജൻസി നമുക്കില്ലല്ലോ. പിൽക്കാല പ്രാബല്യത്തോടെ ഒന്നുണ്ടാക്കണം. അതോടെ ബാലൻസ് ഷീറ്റിൽ ലാഭവിധം കുറയും. വണ്ടർഫുൾ ഐഡിയ. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ വിനയൻ. ഈ നിസ്സാര കാര്യത്തിന് ഇത്ര വളഞ്ഞ വഴി. വെട്ടെന്ന് തുണ്ടൻ രണ്ട്. അതാണ് എന്റെ പോളിസി. അങ്ങനെയല്ല സാർ. സമരത്തിന് കാരണം നോക്കി നടക്കാണ് ആ നേതാവ്. ഇപ്പോ അതിന് നമ്മൾ തന്നെ ഒരു വഴി വെച്ച് കൊടുക്കണോ? ഈ ഒരു പ്രാവശ്യത്തേക്ക് നിങ്ങൾ പറഞ്ഞ പോലെ നടക്കട്ടെ. പേടിച്ചിട്ടൊന്നും അല്ല. മനസ്സിലായോ? അതെനിക്കറിയാം സാർ. പറ്റേ. അച്ഛന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. ഉണ്ണിത്താനെ ഇവനൊന്നും ശരിക്കറിഞ്ഞിട്ടില്ല മോളെ. CM മുതൽ PM വരെ എന്റെ കയ്യിലാണ്. CM ഉം PM ഉം ഒക്കെ കയ്യിലിരിക്കുള്ളൂ.
അച്ഛന്റെ എടുത്തുചാട്ടത്തിൽ ഒരു പണിമുടക്കുണ്ടായെങ്കിൽ കാര്യങ്ങൾ ആകെ കുഴഞ്ഞനെ. ഏതായാലും വിനയനെ പോലൊരു മാനേജറെ കിട്ടിയത് ഭാഗ്യം. നീ എന്താ കാലുമാറി സംസാരിക്കുന്നത്? ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട്? അത് വിനയന്റെ മുമ്പിൽ അച്ഛനെ കൊച്ചാക്കരെന്ന് വെച്ചിട്ടല്ലേ. അമ്പടി, അപ്പൊ നീ എന്റെ കാലുമാരി ആയിരുന്നല്ലേ? ഒരു എക്സിക്യൂട്ടീവിന് വേണ്ട എല്ലാ കഴിവുകളും വിനയനുണ്ട്, പ്രത്യേകിച്ച് പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ. അതെ അതെ, ഞാനും വിനയനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി.